എല്ലാം കഴിഞ്ഞിട്ടും A+കാർ വരെ പടിക്ക് പുറത്താണ്. ആ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആവാഹിച്ചെടുത്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് നിയമസഭയുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ബഹുമാന്യനായ മന്ത്രി അങ്ങ് സംസ്ഥാനത്തിന്റെ കണക്ക് പറയുമ്പോൾ വിശാല മനസ്കനാണ്. ഇന്ത്യയിൽ 35 സംസ്ഥാനമുണ്ടെന്ന് പറഞ്ഞ ആദ്യത്തെ മനുഷ്യൻ ശിവൻകുട്ടിയാണ്. ആ വിശാല മനസ്കത നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, +2 സീറ്റിന്റെ കണക്ക് പറയുമ്പോൾ നിങ്ങൾ ഉരുണ്ട് കളിക്കുകയാണ്. 2 ദിവസം മുമ്പ് നിങ്ങൾ പറഞ്ഞത് മലപ്പുറത്ത് 2000 എന്നാണ്. ഇന്നലെ നിയമസഭയിൽ 7000 എന്ന് പറഞ്ഞു. ശിവൻകുട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്കറിയാം 0 വിട്ടുപോയതായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ കണക്ക്, കള്ളക്കണക്ക് പറയുന്നതിന് പകരം യഥാർത്ഥ കണക്ക് പറയണം. ശിവൻകുട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ സീറ്റുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പോളിടെക്നിക്കൽ ഒഴിവുണ്ട്, ITIയിൽ ഒഴിവുണ്ട്, ഓപ്പൺ സ്കൂളിൽ ഒഴിവുണ്ട്, അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒഴിവുണ്ടെന്നാണ്. ഞങ്ങൾ നികുതി നൽകുന്നു. മലബാറുകാർ നൽകുന്ന നികുതിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതെങ്കിൽ, സർക്കാരിന്റെ സൗജന്യ യൂണിഫോം നിലനിൽക്കുന്നതെങ്കിൽ, സർക്കാരിന്റെ സൗജന്യ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതെങ്കിൽ, നാട്ടിലുടനീളം സർക്കാർ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതെങ്കിൽ, നികുതിദായകരായ ഞങ്ങളോട് കാണിക്കുന്ന ഈ വിവേചനം അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് കാണിക്കുന്ന താല്പര്യം ബാച്ചുകളോട് പ്രകടിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ തെക്കൻ കേരളത്തിൽ കമ്മീഷൻ, ആ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് എത്രയോ കുട്ടികളില്ലാതെ അധികമായി കിടക്കുന്ന, ആളില്ലാതെ കിടക്കുന്ന, പഠിക്കാൻ ആളില്ലാതെ കിടക്കുന്ന അധിക ബാച്ചുകളുണ്ട്. ആ ബാച്ചുകൾ അത് മലബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ വെച്ച് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് അധിക ബാച്ചുകൾ നിങ്ങളുടെ എല്ലാ വർഷവും തേർഡ് അലോട്ട്മെന്റും സപ്ലി അലോട്ട്മെന്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയാറുണ്ടല്ലോ മാർജിൻ സീറ്റ് വർദ്ധിപ്പിച്ചു എന്നുള്ളത്. ഇത്തവണ അതുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇനിയും ഇവിടെ ഉരുണ്ടുകളി നടത്തിയാൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യും. ഈ ഗവൺമെന്റിന് ഇരകളായ 10,000-കണക്കിന് വരുന്ന കുട്ടികളെ ഈ നിയമസഭയുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടായിരിക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ 2ാം വരവ്. ഞങ്ങളുടെ സമരം നടത്തി ഈ വേണ്ടി പോരാട്ടം നടത്തിയ MSFന്റെ നേതാക്കളായ നവാസും നജാഫും ഉൾപ്പെടെയുള്ള MSF നേതാക്കൾ നിങ്ങൾ കൽത്തുറങ്ങടച്ചുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗം പോലും പ്രഹസനമാണെന്ന് പറയാൻ ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ സമരത്തിൽ അധിക ബാച്ച്, അതോടൊപ്പം തന്നെ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കി ഉയർത്തണമെന്ന് പറയുമ്പോൾ സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുടുംബസമേതം നടത്താൻ, അതോടൊപ്പം തന്നെ മാനവീയം നടത്താൻ, മുഖ്യമന്ത്രിയുടെ എഴുന്നള്ളത്ത് 17ഓളം സ്കൂളുകളുടെ മതില് പൊളിച്ച് മുഖ്യമന്ത്രി രാജാവിനെ പോലെ എഴുന്നള്ളിയ നിങ്ങളുടെ നവകേരള യാത്ര, ആ യാത്രക്ക് ആ കേരള യാത്രക്ക് കോടികൾ മുടച്ചവരാണ്. കോടികൾ ഇവിടെ ചെലവഴിച്ചവർക്ക് LSS USS സ്കോളർഷിപ്പ് കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ വകയില്ല. അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം അത് അവതാളത്തിലാണ്. അവർക്ക് +1 സീറ്റുമില്ല. അതുകൊണ്ട് ഇവിടെ കാട്ടാന കയറിയ കരിമ്പൻതോട്ടം പോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം താറുമാറാക്കിയ ഗവൺമെന്റിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായ മുഴുവൻ നേതാക്കളെയും ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന അദ്ദേഹത്തെയും, അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA, ഉമ്മർ സാഹിബ് MLA, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട്, സമരന്മാരെ, മാധ്യമപ്രവർത്തകരെ, നിയമപാലകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സമരനായകൻ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.